ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഒരു കോളേജ് ലെക്ചറായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പം നമുക്ക് ഫോർമൽ ഡ്രസ്സാണ് ഇടേണ്ടത്. ഫോർമൽ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചുരിദാറാണ്. നമ്മളെ ഒരു കോട്ടൺ ചുരിദാർ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നോർമൽ മേക്കപ്പേ വേണ്ടൂ ഇൻ്റർവ്യൂ ആയതുകൊണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് പോയിൻറ്റ്സിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇട്ടു. ഡേ ടൈം ആയതുകൊണ്ട് നമുക്ക് എന്തായാലും സൺസ്ക്രീൻ ഇടണം. അപ്പം സെക്കൻഡ് വരുന്നത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ചടങ്ങാണ്. അപ്പം സൺസ്ക്രീനും അങ്ങനെ ഫേസിൽ ഫുള്ളും ഇട്ട് കൊടുത്തു, നെക്കിലും നല്ല രീതിയിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ചൊന്ന് കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേസിലില്ല പിമ്പിൾസ് വന്ന പാടുകളെല്ലാം ഒന്ന് മായ്ച്ച് കളയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസീലർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കവിളിന് ലേശം പിമ്പിൾസ് വന്ന പാടുകളുണ്ട്, അപ്പം ലേശം കൺസീലർ ഇട്ടു. അതിനുശേഷം നമ്മൾ സ്ഥിരം പരിപാടി ടാൽക്കം പൗഡറാണ് ഞാൻ ഇടുന്നത്. കോമ്പാക്ട് പൗഡർ ആവശ്യമില്ല, നമ്മൾ പാർട്ടിക്കൊന്നും അല്ലല്ലോ പോകുന്നത്. അപ്പോൾ നമുക്ക് ടാൽക്കം പൗഡർ ലേശം ഇട്ട് കൊടുക്കാം. ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് ടാൽക്കം പൗഡർ. അങ്ങനെ കഴുത്തിലും ഇട്ട് കൊടുത്തു. അടുത്തതായിട്ട് നമുക്ക് ഐലൈനർ ഇടാം. ലൈറ്റായിട്ട് നമുക്കൊന്ന് ഐലൈനർ എഴുതി കൊടുക്കാം. ലൈറ്റായിട്ട് ഇടുമെങ്കിലും ലാസ്റ്റ് എഴുതി എൻ്റെ അത് കട്ടിയായിട്ട് പോലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ട്, എന്നാലും ഐലൈനർ മാത്രം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം ഇട്ടിട്ടുള്ളൂ, അത് മതി. അതിന് ശേഷം നമുക്ക് പിന്നെ നമ്മൾ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക് ആയാലും ലേശം മതി. ഇത് ജസ്റ്റ് ഇങ്ങനെ കട്ടിയിലിട്ടുന്നേ ഇല്ലൂ, പക്ഷെ ഞാൻ പിന്നെ അത് മായ്ച്ചിട്ട് ലൈറ്റനാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ നോക്കാം. ഹെയർ ആണ് ഇപ്പം പ്രശ്നം. എങ്ങനെ കെട്ടണം എന്നറിയില്ല. ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ ഹെയർ നല്ല രീതിയിൽ എനിക്ക് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ മുടീൻ്റെ വോളിയം ആകെ പകുതി ആയിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ കൊഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്കിപ്പം ഹെയർ എങ്ങനെ സ്റ്റൈൽ ചെയ്യണമെന്നൊന്നും അറിയില്ല. എന്നാലും നോർമലി ഫോർമലിന് എങ്ങനെയാണോ കെട്ടുന്നത്, പോണിറ്റെയിൽ കെട്ടാന്ന് വെച്ചാൽ ബാക്കിൽ കുറച്ച് ലെങ്തി ഹെയർ ആയതുകൊണ്ട് നമുക്ക് പോണിറ്റെയിൽ ഇൻ്റർവ്യൂവിന് അത്ര സൂട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ലേശം എടുത്തിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. മുകളിൽ നിന്നൊന്ന്, പിന്നെ ഇത് ബണ്ണാക്കി വെക്കാനൊന്നും ഹെയർ ഇല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് ഇവിടെ നിന്ന് പിൻ ചെയ്തിട്ട് വെക്കാം. അതൊന്ന് ഫ്രണ്ടിലുള്ള ചെറിയ പീസസ് ഒന്നും നമ്മൾ മുഖത്തേക്ക് വീഴില്ല. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് നമുക്ക് കുത്തി വെക്കാം. ഒരു ടിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഹെയർ കുറച്ചൊന്ന് ബണ്ണാക്കിയിട്ടുണ്ട്. അത്ര ഇപ്പം ബണ്ണാവുന്നല്ലോ, ഹെയർ വോളിയം കുറഞ്ഞുകൊണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഹെയർ നല്ല രീതിയിൽ വാരി കൊടുക്കാം. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹെയർ നമുക്ക് പിന്നിടുന്നതാണ് നല്ലത്. അപ്പം ഹെയർ ഒന്നും മുന്നിലേക്ക് വന്ന് ഡിസ്റ്റർബ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഹെയർ നല്ല വൃത്തിയിൽ വാരിയിട്ട് നമുക്ക് ഹെയറിൻ്റെ അടിയിൽ കെട്ടിക്കൊടുക്കാം. റബ്ബർ ബാൻഡ് യൂസ് ചെയ്തോ വേറെ എന്തെങ്കിലും കെട്ടുന്നത് യൂസ് ചെയ്ത് നമുക്ക് അടിയിൽ കെട്ടിക്കൊടുക്കാം. അപ്പം ഇങ്ങനെ മുടി മടഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെ അടിയിൽ ഞാനൊരു ബാൻഡ് ഇട്ട് കൊടുക്കുന്നു. അപ്പം നമ്മൾ ഹെയർ സ്റ്റൈൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളെ ഹെയർ സ്റ്റൈൽ. ഇനി നമുക്കൊരു ചെറിയ സ്റ്റഡ്, ഒരു സിൽവർ ബോളാണത്, ചെറിയൊരു സ്റ്റഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു പൊട്ട് വെച്ച് കൊടുക്കണം. പൊട്ട് ഞാനൊരു ബ്ലൂ പൊട്ടാണ് ആദ്യം ചൂസ് ചെയ്തത്, പക്ഷേ ഞാൻ പിന്നെ ആ പൊട്ട് മാറ്റുന്നുണ്ട്, കാരണം എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല. ടോപ്പ് കുറച്ച് ലൂസാണ്, അത്ര ഒരു ഷേപ്പിലുള്ള ടോപ്പൊന്നുമല്ല, പക്ഷെ നമുക്കിത് മതിയല്ലേ. അങ്ങനെ ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഏകദേശം കമ്മലിട്ടു. ഇനി നമുക്ക് ലൈറ്റായിട്ടുള്ള ഫ്രാഗ്രൻസ് എല്ലാം ഒരു സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിനി ഷോൾ ഇടണം അല്ലേ. ഫോർമൽ ഡ്രസ്സാണ്, ഷോൾ ഇല്ലാണ്ട് പോകാൻ എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് അല്ല. നമുക്ക് അവിടെ എന്താണോ ആവശ്യം എന്ന് അറിയില്ല. എന്നാലും ഞാനൊന്ന് ഫോർമൽ ഡ്രസ്സ് ആയതുകൊണ്ട് ഒന്ന് ഷോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് 2 സൈഡായിട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗി കിട്ടുന്നില്ല. അപ്പോൾ ഞാനത് 1 സൈഡായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്തതിന്. അപ്പം ഇത് വലിയ കുഴപ്പമില്ല അല്ലേ, വലിയ ബോറില്ലാണ്ട് നമുക്ക് 1 സൈഡായിട്ട് ഷോൾ ഇങ്ങനെ കുത്തി കൊടുക്കാം. ബ്ലൂ പൊട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു മാറ്റമൊന്നും ഞാൻ അങ്ങനെ റെഡ് പൊട്ട് വെച്ചിട്ടുണ്ട്. റെഡ് പൊട്ടാണ് എനിക്ക് കുറച്ചും കൂടി സൂട്ടബിളായിട്ട് തോന്നുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഓക്കെ, ടാറ്റാ.